ഉരുൾപൊട്ടലിൽ കോഴിച്ചാൽ പുഴയിൽ കാണാതായ രാജേഷിനായി കൊല്ലാടത്തുരുത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം തിരച്ചിൽ നടത്തി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. കോഴിച്ചാൽ മീൻതുള്ളിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട രാജേഷിനായി പെരിങ്ങോം ഫയർഫോഴ്സിന്റെയും റെസ്ക്യൂ വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ കൊല്ലാടപ്പുഴയിൽ തിരച്ചിൽ നടത്തി. പുഴയിൽ വെള്ളം കൂടുന്നതും ഒഴുക്കും തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുമെങ്കിലും പരമാവധി ശ്രമിക്കുമെന്ന് ഫയർഫോഴ്സ് പെരിങ്ങോം സ്റ്റേഷൻ ഇൻസ്പെക്ടർ പറഞ്ഞു. പെരിങ്ങോം ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരും സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും കൂടി ഇന്ന് രാവിലെ ഏകദേശം 9 മണി മുതൽ നമ്മൾ ഈ രാജേഷ് മിസ്സായ പുഴയുടെ ഇരു കരകളിലും 2 ടീമായി തിരിച്ച് സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കനത്ത മഴയും പ്രതികൂല സാഹചര്യമാണെങ്കിൽ കൂടി നമ്മൾ ഫയർഫോഴ്സ് ജീവനക്കാരും വളണ്ടിയർമാരും കൂടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കൊല്ലാട പാലത്തിൻ്റെ പുറകിലുള്ള തുരുത്തിൽ അതുപോലെ പുഴയുടെ ഈ ചെറുപുഴ മുതൽ ഇങ്ങോട്ടുള്ള ഇരു കരകളിലും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുഴയിലിപ്പോൾ ഒഴുക്ക് കൂടിയുണ്ട്. വനത്തിൽ നല്ല മഴ വെല്ലുണ്ട്. പുഴയിൽ ഒഴുക്ക് കൂടുതലാണ്. അതുപോലെ കലങ്ങിയ വെള്ളമാണ്. അതൊക്കെ തന്നെ നമ്മളെ ഈ തെരച്ചിലിന് പ്രതികൂലം ബാധിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ഈ കനത്ത മഴയിലും ഫയർഫോഴ്സ് നല്ല രീതിയിൽ തന്നെ ഇവിടെ തെരച്ചിൽ നടത്തുന്നു. ഫോറസ്റ്റ് അധികൃതമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ പോലീസുകാരും നമ്മളും ഫോറസ്റ്റിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു ടീം ഫോറസ്റ്റിൽ കയറി കുറച്ച് പുഴയുടെ സൈഡിലൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആണ് കാരണം അത്രയും ഇയാൾ മിസ്സായതിനു ശേഷം ശക്തമായി ഒഴുക്കാനുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 നാൾ ഉയരത്തിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒഴുക്കിൽ എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ഈ നന്നായി നീന്തൽ അറിയുന്ന ഒരാൾ കൈ തളർന്നിട്ടെങ്ങാണ്ടാണ് ഒരു കയറി പിടിക്കാൻ പറ്റാതെ ഒഴുക്കിൽപ്പെട്ട് പോയത്. ആ ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. നമ്മൾ പൂർണ്ണമായും വൈകിട്ട് വരെ 6 മണി വരെ നമ്മൾ സെർച്ച് നടത്തും. ഇവിടെ തുരുത്തിലാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മുമ്പൊക്കെ ബോഡി നഷ്ടപ്പെട്ടാൽ കിട്ടുന്ന സ്ഥലമാണ് ഈ കൊല്ലാട് തുരുത്ത്. അപ്പോൾ അവിടെയും കൂടി സെർച്ച് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ 9 നമ്മൾ ഫയർഫോഴ്സ് ജീവനക്കാരും 10 സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും ഇപ്പോൾ നമ്മൾ കൂടെയുണ്ട്. നമ്മൾ 2 ടീമാക്കി 2 സൈഡിലും കൂടി നടന്ന് പരിശോധന നടത്തും. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ.